നമസ്കാരം, പട്ടാമ്പി ടൈംസിലേക്ക് സ്വാഗതം. രണ്ട് മിടുക്കി കുട്ടികളെയാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. മധ്യപ്രദേശിലെ ഗ്വാളിയറിൽ നടക്കുന്ന ആയോധന കലയിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട കൂറ്റനാട് സ്വദേശികളായ രണ്ട് പെൺകുട്ടികൾ. അവരെ നമ്മൾ പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുകയാണ്. ഒന്ന് രണ്ടുപേര് പാടാറില്ല, ഒരു നമ്മൾ ഇർഫാന, മോളുടെ പേര് അനക. ഇതാണ് ഞാൻ പറഞ്ഞ രണ്ട് മിടുക്കി പെൺകുട്ടികൾ. അപ്പൊ അവരുടെ വിശേഷങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ഇന്ന് യാത്ര ചെയ്യാതിരിക്കല്ലേ? എങ്ങടാണ് പോകുന്നത്? എങ്ങടാണ്? ഗ്വാളിയാർ, മധ്യപ്രദേശ്. എന്താണ് അവിടെ വിശേഷം? എന്താണ്? മത്സരമാണ്. എന്ത് മത്സരം നടക്കുന്നത്? താങ്ത എന്ന് പറയുന്ന ഗെയിം. ഗ്വാളിയാറിൽ പോകാൻ വേണ്ടി ഇരിക്കണല്ലേ? അപ്പോ എന്താണ് ഈ താങ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? മണിപ്പൂരിന്റെ മാർഷൽ ആർട്ടാണ്. ഓരോ സംസ്ഥാനങ്ങൾക്കും, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അതിൻ്റെതായ ഓരോ ഗെയിമുകളുണ്ട്. മദർ ഓഫ് മാർഷൽ ആർട്സ് എന്ന് പറഞ്ഞ പോലെ അത് നമ്മുടെ കേരളത്തിന്റെ കളരി പറഞ്ഞ പോലെ തന്നെ മണിപ്പൂരിന്റെ മാർഷൽ ആർട്സ് ആണ് ഈ താങ്ത. ഇതാണ് നമ്മുടെ ഇവരുടെ ഇൻസ്ട്രക്ടറാണ് സുനിൽ അല്ലേ? യങ് ഇന്ത്യ അക്കാദമി കൂറ്റനാടിന്റെ. നമ്മള് 2010 മുതൽ നമ്മുടെ കൂറ്റനാട് ആസ്ഥാനമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. യങ് ഇന്ത്യ എന്നുള്ള പേരിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ സർട്ടിഫൈഡ് NIS കോച്ചാണ്. അദ്ദേഹം NIS ബോക്സിംഗ് കഴിഞ്ഞ കോച്ചാണ്. പേരെന്താണ്? മിഥുൻ ലാൽ. എവിടെ വീട്? എവിടെയാ? വാവനൂർ. മോളുടെ വീട് എവിടെയാ? പെരിങ്ങോട്. ഈ ഇത് തുടങ്ങിയിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഒരു വർഷം ആകുമ്പോഴേക്ക് ഇങ്ങനെ പെർഫോം ചെയ്യാറായി അല്ലേ? ഇതിനു മുമ്പ് ഇപ്പൊ നമ്മൾ ഗ്വാളിയാറിൽ പോകാൻ വേണ്ടിട്ട് സെലക്ഷൻ കിട്ടിയല്ലോ. അപ്പൊ അതിനു മുമ്പ് വേറെ എവിടെയെങ്കിലും ചെയ്തിരുന്നോ ഇതിന്റെ ഈ പ്രോഗ്രാം? ഇതിന്റെ കണ്ണൂര് വെച്ച് നമുക്കൊരു സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിന് പങ്കെടുത്തു. അതിന് വിന്നറായി. രണ്ടുപേരും വിന്നറായി. രണ്ടുപേരും ഒരുമിച്ചാണോ അവിടെ പോയത്? അത് കൂടാതെ വേറെ ഏതെങ്കിലും പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടോ? അതെവിടെയായിരുന്നു സ്ഥലം? മഹാരാഷ്ട്രയുടെ ഗെയിം ഉണ്ട്, അസ്റ്റഡോ അഗാഡ എന്ന് പറയാം. അപ്പൊ അതിന്റെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ്, ജില്ലാ ചാമ്പ്യൻഷിപ്പ് നടന്നു. ഇവിടെ വെച്ചിട്ട് തന്നെയായിരുന്നു, നമ്മുടെ കൂറ്റനാട് വെച്ചിട്ടാണ് ജില്ലാ ചാമ്പ്യൻഷിപ്പ് നടത്തിയത്. കഴിഞ്ഞ മാസം അതിന്റെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കൊല്ലത്ത് വെച്ചിട്ടായിരുന്നു. അതിൽ നമ്മൾ ഒട്ടനവധി പിള്ളേർ നമ്മുടെ പാലക്കാട് ജില്ലയിൽ റെപ്രസെന്റ് ചെയ്ത് പങ്കെടുത്തതിലെ കുട്ടികളുടെ ഒരാളാണ് ഇർഫാന. ഇദ്ദേഹത്തിന് അന്ന് പങ്കെടുക്കാൻ സാഹചര്യത്തിന്റെ ഒരു പ്രോബ്ലം കാരണം പങ്കെടുക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് 2 മെഡലുകൾ വന്നിട്ടുണ്ട് ഇർഫാനയ്ക്ക്. അതിൽ നാഷണൽ ചാമ്പ്യൻഷിപ്പ് ഇനി അടുത്ത മാസം വരാനിരിക്കുന്നുണ്ട്. അതിന്റെ ഇടയിലാണ് ഈ ഒരു യാത്ര. ശരി. ഇർഫാന്റെ വീട് എവിടെയാ? കൂറ്റനാട്. എവിടെയാ? ന്യൂ ബസാറിലെ. എവിടെയാണ്? എന്താ ഫാദറിന്റെ പേരെന്താ? ഹുസൈൻ. ഫാദർ വന്നിട്ടുണ്ടല്ലോ ഇവിടെ? വന്നിട്ടുണ്ട്. ഉമ്മയുടെ പേരെന്താ? സെബീന. ഇപ്പൊ എവിടെ പഠിക്കുന്നത്? സ്കൂളിലോ കോളേജിലോ? എവിടെ? ഗവൺമെന്റ് ഹൈസ്കൂളിലോ? ഗവൺമെന്റ് ഹൈസ്കൂൾ. എത്രയല്ല പഠിക്കുന്നത്? 10th പഠിക്കുന്നത്. ഓക്കെ. ഈ ആക്ടിവിറ്റീസ് അല്ലാതെ സ്പോർട്സ് അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഓട്ട മത്സരം അല്ലേ? എത്രയാണ് പഠിക്കുന്നത്? 9th. വട്ടനാട് തന്നെയാണോ പഠിക്കുന്നത്? സ്പോർട്സിലൊക്കെ കാര്യമായിട്ട് സജീവമുണ്ട്. കലാപരമായിട്ടുള്ള എന്തെങ്കിലും കഴിയുണ്ടോ? പാട്ടൊക്കെ പാടോ? ഇന്നൊരു പാട്ട് പഠിക്കുക. ഒരു 2 പേര് പഠിക്കുക. അതിപ്പോ തൊണ്ടൊന്നും പ്രശ്നമില്ല. നമ്മളിപ്പോ ഇതിനൊന്നല്ലോ. ഒരു 2 പേര് പഠിക്കോ? കണ്ണീർ കനിയേ ഉന്നെ കൈവിട മാട്ടേ, സത്യം സത്യം ഇത് സത്യമേ, കാതേ വീസിടുമൂറ്റേ കനവെന്മേലേ, സത്യം സത്യം ഇത് സത്യമേ. ഓക്കെ, താങ്ക് യു. അടിപൊളി പാട്ട് കേട്ടോ. പിന്നെ ഇപ്പോ വീട്ടിൽ നിന്നൊക്കെ ഇതിനൊരു പ്രോത്സാഹനം കിട്ടുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ പിന്നെ ഈ ഒരു ലെവലിലേക്ക് എത്തില്ലല്ലോ. അപ്പോൾ പക്ഷേ നമ്മുടെ നാട്ടും പുറത്ത്, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശത്ത് ഈ കുങ്ഫു, കരാട്ടെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇവർക്കൊന്നും വേറെ പണിയില്ലേ അല്ലേ? അങ്ങനെയുള്ള ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, കാരണം എന്നെ സപ്പോർട്ടീവ് എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. അമ്മയാണ്. അപ്പോൾ
അമ്മ മുന്നിലുള്ളപ്പോ വേറൊരാള് ചോദിക്കണേല് ചോദിക്കണേല് നമ്മൾ മൈൻഡ് ചെയ്യില്ല, അത് വേറെ കാര്യം. പക്ഷെ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ഇത് വരാ ഫാമിലിയിൽ നിന്ന്, നീ അമ്മയല്ല വീട്ടിൽ നിന്നല്ലാണ്ട് കുടുംബത്തിൽ നിന്ന് അങ്ങനെ ആരെങ്കിലും ഫുള്ള് സപ്പോർട്ടാണ്. ആ സപ്പോർട്ടിന്റെ ഇതിലാണ് നമ്മൾ ഇവിടെ എത്തിയത് അല്ലേ? അങ്ങനെയാണോ? വീട്ടിലെങ്ങനെ എല്ലാവരും ഉപ്പയും ഒക്കെ സപ്പോർട്ടാണോ? വീട്ടിൽ വേറെ അനിയന്മാരൊക്കെ ഉണ്ട്, ഏട്ടന്മാരൊക്കെ? അവരൊക്കെ ഈ മേഖലയിൽ വരുന്നുണ്ടോ? പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ? ചെറുതാണ്, അവളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുമ്പോൾ അതേ രീതിയിൽ ചെയ്യണൊക്കെ. വീട്ടിൽ പോയിട്ട് ചെയ്യിക്കും? ഞാൻ ചെയ്യിപ്പിക്കും, അപ്പൊ അതുപോലെ ചെയ്യും. അനിയൻ ദർസിൽ പഠിക്കുകയാണ്. ഓക്കെ. പിന്നെ സുനിൽ ഭായ്, എങ്ങനെയാണ് നിങ്ങളുടെ ഇവിടുത്തെ എത്ര പിള്ളേർ പഠിക്കുന്നുണ്ട് ഇവിടെ? നമ്മുടെ അക്കാദമി ബേസ് ചെയ്തിട്ട് നമുക്ക് ടോട്ടൽ 300ഓളം സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ മാത്രമല്ല നമുക്ക് അക്കാദമി ഉള്ളത്. നമ്മുടെ മാട്ടായ സെൻറ്ററിൽ നമുക്കൊരു ബ്രാഞ്ച് ഉണ്ട്, നമ്മുടെ എങ്ങിൻ്റെ തന്നെ മറ്റൊരു ബ്രാഞ്ച്, പിന്നെ അതുപോലെ തന്നെ വാണിയംകുളത്ത് ഒരു ബ്രാഞ്ച് ഉണ്ട്. പിന്നെ നമ്മൾ സ്കൂളുകളിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. വട്ടയനാട് സ്കൂളിലാണ് ഒരു ക്ലാസ് ഉള്ളത്, അതുപോലെ തന്നെ പെരിങ്ങോട് സ്കൂളിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ വട്ടയനാട് സ്കൂളിൽ നിന്ന് കഴിഞ്ഞ വർഷം നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കിട്ടിയുള്ള 2 വിദ്യാർത്ഥികളാണ്. ഇവരത് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഇവർക്ക് ഒരുപാട് വിദ്യാർത്ഥികൾ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്കൂളിൽ ആ 1 hour ക്ലാസ് ഒരാഴ്ചയിൽ വരുള്ളൂ. അപ്പോൾ ഒന്നും കൂടി താല്പര്യം ഉള്ള കുട്ടികൾ, അഡ്വാൻസ് ആയി പഠിക്കണം എന്ന് താല്പര്യമുള്ള കുട്ടികൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് ടൈം ഇവിടെ നമുക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റും. പ്രാക്ടീസ് സ്കൂളിൽ 1 hour കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു മാസത്തിൽ 16-18 മണിക്കൂറൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അവരുടെ ഉള്ളത് സ്കൂൾ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്കില്ലിന് നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ അങ്ങനെ കുറച്ച് കുട്ടികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് വിദ്യാർത്ഥികളാണ് ഇവർ. ഒരുപാട് കുട്ടികൾ മത്സരത്തിന് പങ്കെടുത്തിട്ടുണ്ട്. ചില കുട്ടികൾക്ക് സാമ്പത്തിക സ്ഥിതിയായിട്ടും ചില സാഹചര്യത്തിൻ്റെ പ്രശ്നങ്ങൾ കാരണം കോമ്പറ്റീഷന് വരാൻ ചാൻസസ് ഉണ്ടായിട്ടും പറ്റാത്തൊരവസ്ഥയിലാണ്. ഇപ്പൊ ഗോളിയാറിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നിങ്ങൾ പോകുന്നുണ്ടോ? കൂടെ പോകുന്നുണ്ടോ? അതോ മാഷയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? അങ്ങനെ പോകുന്നല്ലേ? എത്ര ദിവസത്തെ പ്രോഗ്രാമാണ് അവിടെ? 3 ദിവസത്തെ പ്രോഗ്രാം. 3 ദിവസത്തെ പ്രോഗ്രാം. 5th തുടങ്ങിയിട്ട് 7-ാം തീയതി. അപ്പൊ ഇന്ന് പോയി കഴിഞ്ഞാൽ 3-ന് നമ്മൾ അവിടെ എത്തും. ഈ പ്രദേശത്ത് നിന്ന് വേറെ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ? അതായത് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നല്ല പറയുന്നത്, പുറത്തുനിന്ന് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ കണ്ണൂർ ഭാഗത്തുനിന്ന് ഒരു ടീമുണ്ട്. കണ്ണൂർ ഭാഗത്തുനിന്ന്. ഈ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ബേസ്ഡ് ആണോ അതോ ഓൾ ഇന്ത്യ ബേസ്ഡ് ആണ്? അപ്പോൾ ഈ നാഷണൽ ആണ് അല്ലേ? ഓക്കെ. ഇപ്പൊ നമ്മൾ എന്താണ് ഇതിന്റെ പേര് പറഞ്ഞു? ഗെയിമിന്റെ പേര് താങ്ത. അത് ഗെയിം ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ് സൂചിപ്പിച്ച പോലെ തന്നെ മണിപ്പൂരിന്റെ മദർ ഓഫ് മാർഷൽ ആർട്ട്. മണിപ്പൂരിന്റെ മാർഷൽ ആർട്ടാണ്, മദർ ഓഫ് മാർഷൽ ആർട്ടാണ് താങ്ത. അതാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ അത് മാത്രമാണോ ചെയ്യുന്നുള്ളൂ? നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ഉഷു ചെയ്യുന്നുണ്ട്, അതുപോലെ കുങ്ഫു, കരാത്തെ, ബോക്സിംഗ്, കിക്ക് ബോക്സിംഗ്, പിന്നെ അഷ്ടഡോ അഗാഡ, സിലംബം, താങ്ത, ഒരുപാട് ഒട്ടനവധി ആർട്സുകൾ. നമ്മളെ സാധാരണക്കാരായ ആളുകൾക്ക് കരാട്ടെ, കുംഫു, കളരി ഇത് മാത്രമേ അറിയുള്ളൂ. ഈ പുതിയ ഐറ്റംസ് കുട്ടികൾക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. നമ്മൾ അതിൽ പോയിട്ട് ട്രെയിൻ ചെയ്ത് നമ്മൾ അതിന് സർട്ടിഫൈഡ് ആയിട്ടുള്ള കോച്ചിങ് ട്രെയിനിങ് ക്യാമ്പിൽ അറ്റൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ കൂടുതൽ അവസരങ്ങൾ, ഓരോ ഗെയിമിനും വർഷങ്ങളിൽ ഓരോരോ മത്സരങ്ങളാണ് വരുന്നത്. അപ്പോൾ മാക്സിമം കുട്ടികളെ ആ ഒരു ഗെയിമുകളിലേക്ക് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 10ഓളം ഗെയിമുകൾ നമ്മുടെ അടുത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്താലോ? നിങ്ങളിപ്പോൾ ഈ താങ്തൊക്കെ പഠിച്ചിട്ട് എത്ര വർഷമായി പഠിക്കും? 1 വർഷമായില്ലേ പഠിക്കാം? 1 വർഷമായിട്ട് പഠിച്ച കാര്യങ്ങളിൽ 1-2 പെർഫോമൻസ് നമുക്ക് ഒന്ന് ചെയ്തു നോക്കിയാലോ? അല്ലേ? ഒന്ന് കാണല്ലേ? നമുക്ക് ഒരു ചെറിയ റെഡി അല്ലേ? അപ്പോൾ നമുക്ക് ആ പെർഫോമൻസിലേക്ക് പോകാം. ഇതാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇവർ രണ്ടുപേരും ഇന്ന് യാത്ര തിരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനിടയിലാണ് നമ്മളുമായിട്ട് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവർ തയ്യാറായത്. എന്തായാലും എന്താണ് മണിപ്പൂരിൻ്റെ ഈ കലയായ താങ്ത, അത് എങ്ങനെയാണ് എന്ന് നമുക്ക് ഇവരുടെ പെർഫോമൻസിൽ നിന്ന് തന്നെ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം.
എല്ലാവരും കണ്ടു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇർഫാനക്കും അനഘയ്ക്കും നമ്മൾ എല്ലാവിധ സപ്പോർട്ടും നൽകണം. പട്ടാമ്പി ടൈംസിൻ്റെ എല്ലാവിധ പിന്തുണയും ഈ രണ്ടു പേർക്കും നൽകുകയാണ്. അവരവിടെ പോയി അവർ വിജയിച്ചു വരട്ടെ എന്ന ആശംസിക്കുക കൂടി ചെയ്യാണ്. അപ്പോൾ ആയിക്കോട്ടെ, കണ്ടതിൽ സന്തോഷം. എല്ലാവരും രണ്ടുപേർക്കും എല്ലാ വിജയാശംസകളും നേരുന്നു. ഓക്കെ.